വിജിലൻസ് അതായത് നമ്മുടെ നിയമസഭാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം തിരുവനന്തപുരം സ്വദേശി ആഫീസാണ് വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പെറ്റീഷൻ പോകുന്നത്. അങ്ങനെ വിജിലൻസിനോട് പ്രഥമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ പ്രഥമ റിപ്പോർട്ടിലാണ് ഇതിലൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇത് ഫയൽ ചെയ്യുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നോട് ചോദിച്ചില്ല, കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന്. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അത് ക്രൈംബ്രാഞ്ച് വേറെ ADGP ആണ്. ഞാൻ ആ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അത് വേറെ ADGP എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സൂപ്പർ DGP ആണ് ആര്, അജിത് കുമാർ. അദ്ദേഹം എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ടോർപ്പിഡ് ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബോധവും വിവരമില്ലാതെ അല്ല അത് പറഞ്ഞത്. ആ കാര്യം കൂടി അതിൽ ആ സമ്മേളനത്തിൽ ഞാൻ എവിടെയോ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെയും കൂടി അറിവിലേക്ക്, പ്രിയപ്പെട്ട അരുണിൻ്റെയും കൂടി അറിവിലേക്കാണ്. എവിടെ വിനോദ് കുമാർ, ക്രൈംബ്രാഞ്ച് ADGP വിനോദ് കുമാറായിരുന്നു അന്ന് ഞാൻ ഈ പരാതി ഓഫീസ് കൊടുത്ത. അദ്ദേഹം രാജിവെച്ചു പോയി. അദ്ദേഹം പോലീസിലേ ഇല്ല ഇപ്പോൾ, മനസ്സിലായോ? അദ്ദേഹം പോയി. അങ്ങനെ അതിൻ്റെ കാരണം എന്താ നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരുപാട് പണി നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തരുകയാണ്. എനിക്ക് കിട്ടിയൊരു വിവരമാണ്. കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രേഖകൾ കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കേണ്ട. ഇപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റുഡിയോവും സ്റ്റാഫൊക്കെ ഉള്ളവരല്ലേ. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഹെലിപ്പാഡുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റാണോ 15,000 സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമല്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടമില്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. അപ്പോൾ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന് TV-യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.